ഇത് ആടെ എടുത്തിക്കോ. എടാ നമ്മളെന്താ നീ കാട്ടിൽ വന്നേ? നീ ബാ, ഇവിടെ ആകുമ്പോൾ നമുക്ക് നല്ല പ്രൈവസി ഉണ്ടാവും. എടാ എവിടെയൊക്കെ പോണോടാ? നീ ബാ. എടാ നമുക്ക് പോവാടാ, എനിക്ക് പേടിയാവുന്നുണ്ട്. നീ എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ, നീ ബാ. അബി ഞാനില്ല എൻ്റെ കൂടെ. കണ്ടിട്ട് എന്നെ പേടിയാവുന്നുണ്ട്, നമുക്ക് പോവാ അബി. നീ ബാ, കുറച്ചും കൂടി ആളുള്ളൂ. ഇതാ സ്ഥലം എങ്ങനെയുണ്ട്? ഇവിടെ ആകുമ്പോൾ നമ്മൾ മാത്രം ഉണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല. നല്ല രസമുണ്ടടാ. എടാ ഏറും ആടൊക്കെ ഉണ്ടല്ലോ. കാര്യാലോ? വേണ്ടടാ, എനിക്ക് പേടിയാ. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? നോക്കിയാലെന്താ? എടാ ഇവിടെ മയിലുണ്ടോ? എടാ മയിലിന്റെ ശബ്ദമല്ലത്, നീ കേൾക്കുന്നുണ്ടോ? ഇവിടെ മാനുണ്ട്, മയിലുണ്ട്. കേട്ടോ, എടാ എനിക്ക് പേടിയാ, നമുക്ക് പോവാ. എന്തിനാടാ പേടിക്കുന്നത്? ഞാളല്ലേ ഇല്ലേ ഇവിടെ. അബി മാറിക്ക്, ഞങ്ങൾക്ക് പോണോ. വന്ന കാര്യം കഴിഞ്ഞിട്ട് പോയിക്കോ, ഞാളാരോടും പറയൂല. മാറിക്ക്, ആള് പോട്ടെ. ഏടെ പോയേ? ഈ തിരുത്തിൽ ആര് വന്നാലും എപ്പോൾ തിരിച്ചു പോകണമെന്ന് ഞാൾ തീരുമാനിക്കും. ഞാൻ മാർക്കിൽ കച്ചവടം ചെയ്യുന്ന സുരേഷിൻ്റെ മോളല്ലേ? അതെ. അല്ലേ ബിജു, നീ ഇങ്ങനെ കുടുംബകാര്യം പറഞ്ഞിരിക്കുന്ന നമുക്ക് വന്ന പണി നോക്കണ്ടേ? സമയത്തെ പിടിച്ചാ കിട്ടൂലേ? എന്താടാ ഇങ്ങോട്ട് വാടാഞ്ഞി. അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോളണം കേട്ടാ. അഞ്ചു ഓടിക്കോ. എങ്ങോട്ട് എങ്ങോട്ട് ഓടിപ്പോവാൻ? എവിടുന്ന് ഓടണം എനിക്ക്? നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ അറിയുന്നല്ലേ, പ്ലീസ് ഞങ്ങളെ വിട്ടേക്ക്. അച്ഛനോട് വെച്ചിട്ട് നീ എൻ്റെ കൂടെ വന്നേ? അല്ല. എന്നാ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് നിന്റെ തന്ത അറിയണ്ട. മര്യാദക്ക് ഞാനോട് സഹകരിച്ച എനിക്ക് നല്ലോണം പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. അയ്യോ, ഇനി ഞാനൊന്നും ചെയ്യൂലോ അല്ലേ? നീ എന്തിനാ എൻ്റെ കൂടെ വന്നേ? അയ്യോ, ഞാനും ചെയ്യും അല്ലേ ബിജുവേ? ഡാ, ഓടത്തോട്ട് എല്ലാത്തിനും ഞാൻ കൊല്ലു. ഇവിടുന്ന് ഒറ്റ എടുത്തിട്ടോ ബലം പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് ഞാളേരിയ. മര്യാദ കടങ്ങി ഒതുങ്ങി നിന്നോളണം. ഇവിടുന്ന് ഒച്ച എടുത്തു കഴിഞ്ഞാൽ ആരും കേൾക്കാൻ പോകുന്നില്ല മോളെ. മര്യാദക്കാണെങ്കിൽ ബലം കൂടി കണ്ടാൽ എനിക്ക് നല്ലോണം ഇവിടുന്ന് പോകാം. ബലം പിടിച്ചാൽ നിന്റെ ഡ്രസ്സ് കീറും. നീ കീറിയ ഡ്രസ്സ് ഇട്ടുണ്ടോ നാട്ടുകാരറിയൂ, പിന്നെ ന്യൂസ് ആവും, ചാനലുകാർ വരൂ വീട്ടില്. അയ്യേ, ഇതെന്തിനാ നമുക്ക് നാട്ടിൽ പിന്നെ എനിക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റുവാ? ആലോചിക്ക്, സഹകരിച്ചാൽ എനിക്ക് തന്നെയാണ് നല്ലത് അല്ലേ? നമ്മൾ ഓരോരുത്തർ അങ്ങ് വരും അല്ലേ ചേട്ടാ? ഞാനെനിക്കിതാ ഒരു 10 മിനിറ്റ് സമയം അങ്ങ് തരാം, നല്ലോണം ആലോചിച്ചോ.
നോക്ക് സമയം പോകുന്നുണ്ടേ, സമയത്തെ പിടിച്ചാൽ കിട്ടൂല അല്ലേ? നോക്ക് വെറുതെ ആലോചിച്ച സമയങ്ങളാണ് ഓലൊക്കെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന. വിട്. ആ, വിട്. മടി. വിട്, വിട്. എടാ ബിജുവോളെ ജീവൻ ബാക്കി വെക്കുക. ബിജു അല്ലേ? ബിജുവോളെ സ്നേഹിച്ച് അങ്ങ് കൊല്ലുന്നുണ്ടാവും. എടാ നീ അല്ലാണ്ട് ഈ കാട്ടിൽ ഓളെയും കൂട്ടിയിട്ട് വരുക, അല്ല റിസോർട്ടിലും പോയാൽ പോരാ. റിസോർട്ടില്ല, സ്കൂൾ പഠിക്കുന്ന ഇവൻ്റെ അടുത്ത് റിസോർട്ടിൽ പോയി എടുത്താന്ന് പൈസ. പിന്നെ ഇവനെ പോലത്തെ ആൾക്കാരെല്ലാം കാട് കയറിയാലല്ലേ നമ്മളെ പോലത്തെ വിളിക്കൽ ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ളൂ അല്ലേ? ഒരു സീറോട്ടെ രമേശ, ചെറിയ പെണ്ണാണേ. എങ്ങനെയുണ്ട്? ലൈറ്ററോട്ടെ. ഇവൻ്റെ ഭാഗ്യം ലൈഫ് ലോങ് ഓള് കിട്ടുമല്ലോ. അതിന് ഇവനുണ്ട് ഇവിടെ കെട്ടുന്നു. ആന്താടോ ഇഞ്ഞോളെ കല്യാണം കഴിക്കല്ലേ? കാട്ടിലെ കൊണ്ടുപോയപ്പോഴേ ആരെങ്കിലും കല്യാണം കഴിക്കും അല്ലേ? ഇതല്ലൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ശരിയാ. രമേശാടൻ വരുന്നുണ്ട്, ഞാൻ പോയിട്ട് കേട്ടാ. നീ പോയിട്ട് വാ. ഓൾ ദ ബെസ്റ്റ്. എടാ ഏതായാലും വന്നല്ലേ, നീ ഒന്ന് പോയിക്കളാ. ഇനി എന്തിനാ ഓള് ഓനിന് വേറെ കിട്ടൂ ഇല്ലടാ? രമേശ അവൻ്റെ കെട്ടം കഴിച്ചേ. ഓളം കൂട്ടി എണീച്ച് പോടാ. നീക്കടാ 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 നീക്ക് നീക്കടാ നീക്കടാ നീച്ച് പോടാ. കൊടു. ആ പെണ്ണിനെ പൊറക്കൊണ്ടാക്കിട്ടാ പോവും. ഇനി ഏരിയ കാണുന്നത് കേട്ടാ. ഇടക്കെല്ലാം തട്ടേണ്, നമുക്ക് ഉഷാറാക്കാലോ. മഞ്ജു മാഷ് ബാ പോവാ. പ്ലീസ് എന്നെ നിങ്ങൾ ഉപദ്രവിക്കരുത്. ഇനി എന്ത് ധൈര്യത്തിലാണ് ഇവൻ്റെ കൂടെ കാട്ടിൽ വന്നേ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. എന്തിഷ്ടോ? ഇഷ്ടമാണെങ്കിൽ ഒന്നിനെ കൂടി കാട്ടിൽ വരുമോ? അങ്ങനെയൊന്നുമല്ല, അബി എന്നെ കല്യാണം കഴിക്കും. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെയും കൂട്ടി ഒരാണും ഇതുപോലൊരു കാട്ടിൽ വരൂല. ഇല്ല, അബി ഒരിക്കലും എന്നെ ചതിക്കൂല. നിന്റെ അച്ഛനെ വിളിക്കട്ടെ? പ്ലീസ് എൻ്റെ അച്ഛനെ വിളിക്കരുത്. നിനക്ക് ഞാൻ തെളിയിച്ചു തരാം അവൻ ഫ്രോഡാണെന്ന്. ഞാളെ അടുത്തൊരു പ്ലാൻ ഉണ്ട്, പറയട്ടെ? എന്തെന്നാ?
ഞങ്ങൾ 3 പേരും നിന്നെ ശാരീരികമായി പീഡിപ്പിക്കുകയാണെന്ന് അവന് തോന്നണം. ഇന്ന് നീയും അവനും തമ്മിൽ ഒരു സംസാരവും പാടില്ല വീട്ടിലെത്തുന്നവർ. എന്നിട്ട് നാളെ രാവിലെ 8 മണിക്ക് നീ അവനൊന്ന് വിളിക്കും. അവൻ എടുത്താൽ ഫോൺ എടുത്താൽ നീ പറയുന്ന ഞാൻ വിശ്വസിക്കാം. ഇത് നിനക്ക് ഓക്കെ ആണെങ്കിൽ നിൻ്റെ അച്ഛനെ ഞങ്ങൾ അറിയിക്കില്ല. നിന്നെപ്പോലത്തെ ഒരുപാട് പിള്ളേർ ഈ കാട്ടിൽ വരുന്ന ഞാൻ സ്ഥിരം കാണുന്ന എന്തല്ല സംഭവിച്ചത്? ഈ മുമ്പ് ഇവിടെ ഒരു പെണ്ണിനെ കൊന്നിടിച്ചാൽ പോയി. എന്തുദ്ദേശമല്ല ഇവൻ്റെ കൂടെ ഇല്ലെങ്കിൽ വരുന്നേ? അവനൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല, എനിക്ക് മാത്രമേ നഷ്ടപ്പെടും. അത് ഓർമ്മിച്ചോട്ടാ. എല്ലാവരും ഞാളെപ്പോലെ ആണെന്നില്ല. എന്താ അബി ഇനി ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെ? നീ ഒന്ന് ഇങ്ങോട്ട് വാ. എനിക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അതെന്താ അബി? ഇതിൽ കൂടുതലൊന്നും എനിക്ക് ഇഞ്ചോട് പറയാനില്ല. ഇനി നമ്മൾ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. എന്തെന്നാണ് പ്രശ്നം? അബി